അതിൽ ഏറ്റവും പ്രധാനമായി അതിൻ്റെ ഒരു ഘടകം സാമ്പത്തികമായി ലഭ്യമാകേണ്ട സഹായമാണ്. നമ്മളും നമ്മളെ ബന്ധപ്പെട്ടവരും ആരെല്ലാം എവിടെയെല്ലാം എത്ര ചെറുതോ വലുതോ കഴിവനുസരിച്ച് സഹായങ്ങൾ നൽകാനും സംഘടിപ്പിച്ചു കൊടുക്കാനും കഴിയുമോ അതിൽ നമ്മളെല്ലാവരും ഒരുപോലെ അവരവരുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നും മഹത്തായ മർക്കസിന്റെ പുരോഗതിക്കും നിലനിൽപ്പിനും വേണ്ടി സംഭാവന നൽകുന്നവർ അവർ ഭാഗ്യവാന്മാരാണ്. ഏകദേശം 25ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ മർക്കസിൽ നിന്ന് ഇതേപോലെ ബിരുദമെടുത്ത ഒരു വിദ്യാർത്ഥിയാണ് ഞാനും. അന്ന് ഞാൻ കഴിച്ച ഭക്ഷണം ആരെല്ലാം കൊടുത്ത സംഭാവന കൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. അതുപോലെ ആയിരക്കണക്കിന് സഖാഫികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയവർ, അതുപോലെ എത്രയോ യതീമുകൾ എഞ്ചിനീയർമാരായും ഡോക്ടർമാരായും മറ്റ് പല രംഗങ്ങളിലും സേവനം ചെയ്യുന്നവർ, അവരൊക്കെ ആരുടെ ഭക്ഷണം കഴിച്ചു എന്നത് അവർക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എത്രയോ ആളുകളുടെ ഭക്ഷണത്തിൽ, എത്രയോ ആളുകളുടെ വിജ്ഞാനത്തിൽ, എത്രയോ ആളുകളുടെ സേവനത്തിൽ നാം മർക്കസുമായി പങ്കുചേരുമ്പോൾ നാം പങ്കാളികളാവുകയാണ്. എന്റെ പിന്നിലിരിക്കുന്ന മാളിയക്കൽ സഖാഫി, അൽവി സഖാഫി തുടങ്ങി കുറേയേറെ നേരത്തെ ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ച SSFന്റെ പ്രസിഡന്റ് അടക്കം എത്രയോ ആയിരക്കണക്കിന് സഖാഫികൾ പല സ്ഥലത്തും ദീനീ പ്രവർത്തനം നടത്തും. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയുടെ പുറത്തും സേവനം ചെയ്യുന്നു. പലവിധ സേവനങ്ങളാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ മർക്കസിൽ നിന്ന് പഠിച്ചുപോയ ആളുകൾ പല രാഷ്ട്രങ്ങളിലുമാണ് അവർ സേവനം ചെയ്യുന്നത്. മർക്കസുമായി എന്തെങ്കിലും വിധത്തിൽ ഒന്നുകിൽ ശാരീരിക സേവനം കൊണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തിക സേവനം കൊണ്ടോ, അല്ലെങ്കിൽ മാനസികമായി പിന്തുണക്കുന്ന പങ്കാളിത്തങ്ങളെ കൊണ്ടോ, ഏറ്റവും ചുരുങ്ങിയത് അദ്ദാലു അലൽ ഖൈരി കഫാഇലിഹി, ഒരു നന്മ അറിയിച്ചു കൊടുക്കുന്നവൻ അത് ചെയ്തവനെ പോലെയാണ് എന്നല്ലേ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏത് വിധത്തിൽ മർക്കസിനോട് സഹകരിക്കുന്നുണ്ടോ അവർ കൊയ്യുന്ന ഫലം അത് ചെറുതല്ല, അതിനറ്റം പറയാൻ സാധ്യമല്ല എന്ന് സാന്ദർഭികമായി ഞാൻ പറയുകയാണ്. ഒരു വ്യക്തി ഇവിടെ ഓതിപ്പടിച്ച് മുദരിസായാൽ അദ്ദേഹം ഖിയാമത്ത് നാൾ വരെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിൻതലമുറയും ഇൽമു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അദ്ദേഹം സ്ഥാപനങ്ങളോ മറ്റ് പ്രവർത്തനങ്ങളോ ആയി ദീനീ സേവനം ചെയ്യുമ്പോൾ, ദീനീ ദഅവത്തിനു വേണ്ടി ലോകരാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ, അവിടെയെല്ലാം ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ നാം മർക്കസ് മുഖേന നൽകിയ സംഭാവന, നമ്മുടെ പങ്കാളിത്തം ഉണ്ട് എന്ന നിലക്ക് നമുക്കെല്ലാം അല്ലാഹു അതിന്റെ ഒരു പ്രതിഫലം, ഒരംശം തരാൻ വകുപ്പുണ്ട് എന്ന് മർക്കസിനെ സഹായിക്കുന്നവർ, ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ ബോധമുള്ളവരാകണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നീണ്ട ഒരു പ്രസംഗം നടത്തുന്നില്ല. മഹാനായ ഉസ്താദ് അവറുകൾ പ്രസംഗത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിച്ചു, ഇവിടെ പരിശുദ്ധ ഇസ്ലാം അത് ശരിയായ ആശയമാണ്. ഇസ്ലാമിൽ വർഗീയതയില്ല, ആരെയും നിർബന്ധിക്കലില്ല, തീവ്രവാദമില്ല, ഭീകരതയില്ല, സമാധാനവും സ്നേഹവും സഹവർത്തിത്വവും സഹനവും അതെല്ലാം ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. ആ സുന്ദരമായ ആശയം മുറുകെ പിടിച്ചു നീങ്ങുന്ന ഇസ്ലാം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ച മതമാണ്. ആ പരിശുദ്ധ ഇസ്ലാം കേരളത്തിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ എത്തിച്ചേർന്നു എന്നാണ് പലതുകൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത അഹ്ദാ മലിക്കുൽ ഹിന്ദി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ജറത്തൻ ഫീഹാ സഞ്ചബീൽ, ഇഞ്ചി അടക്കം ചെയ്ത ഒരു പീപ്പ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്ത്യയിലെ രാജാവ് ഹദിയ കൊടുത്തു എന്ന് മഹാനായ ഇമാം ഹാക്കിമുൻ നൈസാബൂരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് അറിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഇസ്ലാം മതം വന്നു എന്നും ഇവിടുത്തെ രാജാവ് അവിടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഞ്ചി ഹദിയ കൊടുത്തു എന്നുമാണല്ലോ. അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം ദീൻ എത്തിയ നമ്മുടെ പ്രദേശം സുന്ദരമായ അന്തരീക്ഷത്തിൽ വളരെ നല്ല ആത്മീയ ചൈതന്യത്തോടെ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ മുസ്ലിമീങ്ങളെ ഉള്ള മാർഗം ചിന്തിച്ച് മാർഗം അവലംബിച്ച കക്ഷികൾ ഉണ്ടാക്കിയ ഫിത്നകളാണ് വാസ്തവത്തിൽ മുസ്ലിം കൂട്ടായ്മക്കെതിരെ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ ഭീഷണികളും. നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവും മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹുവും സർഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവും ഒക്കെ ഇവിടെ വന്ന് പള്ളികൾ നിർമ്മിച്ചു. ആ പള്ളി നിർമ്മിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് ഈ രാജ്യത്തെ ഹൈന്ദവരാണ്, മറ്റ് മതക്കാരാണ്. കാരണം അവർ കൊണ്ടുവന്ന ആശയം അത്രയും സുന്ദരമാണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അവർ തലയിൽ കൈവച്ച് ഒന്ന് ഊതിക്കൊടുത്താൽ, പരിശുദ്ധ ഖുർആനിൽ ഒന്ന് ഊതിക്കൊടുത്താൽ രോഗം മാറുകയാണ്. കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ മഴ ലഭിക്കുകയാണ്. അവർ അല്പം വെള്ളത്തിൽ ഊതിക്കൊടുത്താൽ ആ വെള്ളം ഉപയോഗിക്കുമ്പോൾ വിഷം ഇറങ്ങുകയാണ്. അത് അനുഭവത്തിൽ കണ്ട ഇതരമത സഹോദരന്മാർ ഈ ആത്മീയ നേതാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രചരിപ്പിക്കപ്പെട്ടത്. അങ്ങനെ പള്ളികളും മറ്റ് ദീനീ സംരംഭങ്ങളും ഇവിടെ വളർന്നു. എല്ലാ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി ജീവിക്കുന്നു. മറ്റുള്ള മതക്കാരുമായി സൗഹാർദ്ദത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. യാതൊരു അല്ലലും അലട്ടലും ഇല്ല. അതിനിടയിൽ ഇവിടെ പലരും രാജ്യം ഭരിച്ചിട്ടുണ്ട്. അതിൽ മുസ്ലിം രാജാക്കന്മാര് ഭരിച്ചിട്ടുണ്ട്, അല്ലാത്ത രാജാക്കന്മാര് ഭരിച്ചിട്ടുണ്ട്, നാട്ടുരാജാക്കന്മാര് ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും സുഹൃത്തുക്കളെ ഭരണം നടത്തിയിട്ടുണ്ട്. അന്നെല്ലാം വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുകയും മുസ്ലിങ്ങൾക്കിടയിൽ യാതൊരു ഭിന്നതയും ഇല്ലാതെ ഓരോ മഹല്ലത്തുകളിലും സമൂഹം ഒറ്റക്കെട്ടായി ഒരു ഇമാമിന്റെ കീഴിൽ, ഒരു മുദരിസിന്റെ കീഴിൽ, ഒരു ഖാദിയുടെ കീഴിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ജീവിക്കുകയും ചെയ്യുന്ന സുന്ദരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ ഉദ്ദേശിച്ച വൈദേശികാധിപത്യം മുസ്ലിങ്ങൾക്ക് അവരുടെ പണ്ഡിതന്മാരിലുള്ള വിശ്വാസം തകർക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ അവലംബിക്കാൻ കഴിയുമെന്ന് അവർ ചിന്തിക്കുകയും അങ്ങനെ പൂർവീകരായി ജീവിച്ച പണ്ഡിതന്മാരെ അവമതിച്ച് സംസാരിക്കുന്ന ആളുകളെ ഇവിടെ കുടിയിരുത്താൻ ശ്രമിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഈ 2-3 ദിവസം മുമ്പ് കഴിഞ്ഞ 2-ാം തീയതി കൊടുങ്ങല്ലൂരിൽ ആദ്യമായി ഇന്ത്യ രാജ്യത്ത് മുസ്ലിം പള്ളി നിർമ്മിക്കപ്പെട്ട കൊടുങ്ങല്ലൂരിൽ അതിന്റെ പരിസരത്ത് ഏറിയാട് എന്ന പ്രദേശത്ത് ഞാൻ കഴിഞ്ഞ 2-ാം തീയതി പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രദേശമാണ് മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ആദ്യത്തെ സംരംഭത്തിന് തുടക്കം കുറിച്ച സ്ഥലം. കൊടുങ്ങല്ലൂരാണ് ആദ്യമായി മുസ്ലിങ്ങളുടെ ആത്മീയ കേന്ദ്രമുണ്ടാക്കിയത് കൊടുങ്ങല്ലൂരിലാണ്. അതേ കൊടുങ്ങല്ലൂരിൽ തന്നെ ഏറിയാട് എന്ന പ്രദേശത്ത് ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കപ്പെട്ടു. വാസ്തവത്തിൽ മതപരമായി ഒരനൈക്യവുമില്ലാത്ത ഈ സമുദായത്തിൽ ഒരൈക്യസംഘത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഐക്യസംഘം ഉണ്ടാക്കിയ കക്ഷികളാണെങ്കിലോ അവരേത് വിഷയം വരുമ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ്. ഏത് വിഷയത്തിനും അവർക്ക്
മുഹമ്മദ് നബി ചെയ്തു എന്ന തെളിവ് കാണണം എന്നാണ് പറയാറുള്ളത്. വാസ്തവത്തിൽ അവർക്ക് അതിന്റെ ആവശ്യം ഇല്ല, അവരെ സ്വീകരിക്കാറും ഇല്ല. പക്ഷെ പറയാറുള്ളത് അങ്ങനെയാണ്, മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കാറുള്ളത്, പറയാറുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനിടയിൽ ഐക്യസംഘം എന്ന് പറഞ്ഞ് ഒരു സംഘം ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഘം ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു സംഘം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഒരൈക്യത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. ദിവസം 5 നേരം എല്ലാവരെയും ഒന്നായി ക്ഷണിക്കുന്ന ദഅവത്തു താമ്മ എന്ന ബാങ്ക്. അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്നു, അള്ളാഹുവിന്റെ മഹത്വം പ്രഖ്യാപിക്കുന്നു, ലോകത്തിന്റെ മുഴുവനും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പ്രഖ്യാപിക്കുന്നു. യാതൊരു വിവേചനവും ഇല്ലാതെ എല്ലാവരെയും ഇസ്ലാമിന്റെ ആത്മീയ കേന്ദ്രമായ പള്ളിയിലേക്ക് ക്ഷണിക്കുന്നു. ക്ഷണിക്കുമ്പോൾ പോലും ഒരു വിവേചനവും ഇല്ല. വലതു ഭാഗത്തേക്ക് തിരിഞ്ഞ് ഹയ്യാല സ്വലാഹ് ഹയ്യാല സ്വലാഹ് 2 പ്രാവശ്യം പറഞ്ഞാൽ അതേപോലെ ഇടത് ഭാഗത്തേക്കും തിരിഞ്ഞ് ഹയ്യാലൽ ഫലാഹ് ഹയ്യാലൽ ഫലാഹ്. പ്രത്യേകം ഞങ്ങൾ വലത്തിന്റെ ആളുമല്ല, പ്രത്യേകം ഞങ്ങൾ ഇടത്തിന്റെ ആളുമല്ല. ഞങ്ങൾ വലത്തോട്ടും തിരിയും ഇടത്തോട്ടും തിരിയും, എല്ലാ ഭാഗത്തേക്കും തിരിയും. ഞങ്ങളതെഞ്ഞ് ഞങ്ങൾ ഖിബിലയിലേക്ക് തന്നെ തിരിക്കുകയും ചെയ്യും. മുഖം മാത്രമേ 2 ഭാഗത്തേക്കും തിരിക്കുകയുള്ളൂ എന്ന നിലക്ക് നമ്മുടെ ഹൃദയം, നമ്മുടെ നെഞ്ഞ് അത് ഖിബിലക്ക് മാത്രം, മക്കാ ശരീഫിലേക്ക് കഅബയിലേക്ക് മാത്രം തിരിച്ച് വലത്തു തിരിഞ്ഞ് 2 പ്രാവശ്യം വിളിച്ചാൽ ഇടത്തു തിരിഞ്ഞ് 2 പ്രാവശ്യം വിളിക്കുന്ന വ്യാപകമായ ദഅവത്ത്. ആ ദഅവത്ത് നടത്തുന്ന മുസ്ലിങ്ങൾ അവർ 5 നേരം ഓരോ പ്രദേശത്തും സമ്മേളിച്ചു കൊണ്ടിരിക്കുന്നു ഒരു നേതൃത്വത്തിൻ കീഴിൽ. ആ നേതൃത്വത്തിൻ കീഴിൽ അവരുടെ സമ്മേളനം എങ്ങനെ? നമുക്കറിയാം, എത്ര വലിയ പണക്കാരനും എത്ര പാവപ്പെട്ടവനും, എത്ര വലിയ പണ്ഡിതനും എത്ര പാമരനും, എത്ര വലിയ തൊഴിലാളിയും മുതലാളിയും എല്ലാം തോളോട് തോളുരുമ്മി യാതൊരു വ്യത്യാസവുമില്ലാതെ വളരെയേറെ ഐക്യത്തോടെ ഏത് കുടുംബത്തിൽ ജനിച്ചവനും, ഏത് തറവാട്ടിൽ പിറന്നവനും, ഏത് രാഷ്ട്രത്തിൽ ജോലിയെടുക്കുന്നവനും, ഏത് തൊഴിലെടുക്കുന്നവനും ഒരു വ്യത്യാസവുമില്ലാതെ ഐക്യത്തോടെ തോളോട് തോളുരുമ്മി നിന്ന് 5 വഖത്തിലും ഐക്യം പ്രകടിപ്പിക്കുന്നവരാണ് മുസ്ലിം ഉമ്മത്ത്.